ഗുഡ് മോർണിംഗ്. CCN ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒരിക്കൽ കൂടി ടീച്ചർ പറയാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് ഓരോ ടോപ്പിക്സ് ക്ലിയർ ആയിട്ട് പഠിക്കുക, ടെൻഷനൊന്നും വേണ്ട. കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിൻ്റെ ടീച്ചർ എഴുതി വെച്ച ഓർഡറിലാണ് പറയുന്നത്. മോഡ്യൂൾ 4 അതിൽ വരുന്ന മെയിനായിട്ട് അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് ആണ്. ഈ പ്രോട്ടോകോൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. WWW ആർക്കിടെക്ചർ ഡയഗ്രം അത് എഴുതാനും അറിഞ്ഞിരിക്കണം. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ HTTP, അതിൽ പേഴ്സിസ്റ്റൻറ്റ് നോൺ പേഴ്സിസ്റ്റൻറ്റ് പ്രോട്ടോകോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അത് നോക്കുക. ദെൻ FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, ദെൻ ഇമെയിൽ ഇലക്ട്രോണിക് മെയിൽ, ദെൻ DNS ഡൊമൈൻ നെയിം സിസ്റ്റം. നെക്സ്റ്റ് മോഡ്യൂൾ 1. മോഡ്യൂൾ 1 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. അതിൻ്റെ ഡെഫിനിഷൻ 5 കമ്പോണൻസ്. ഏതൊക്കെ 5 കമ്പോണൻസ്? സെൻഡർ, റിസീവർ, മെസ്സേജ്, മീഡിയം, പ്രോട്ടോകോൾ. ഇതിന് വരുന്ന ഡാറ്റ ഫ്ലോ മെത്തേഡ്സ് 3 തരത്തിലുള്ള ഡാറ്റ ഫ്ലോ മെത്തേഡാണ്: സിംപ്ലക്സ്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ്. ദെൻ നെറ്റ്വർക്ക് ക്രൈറ്റീരിയ, പെർഫോമൻസ്, റിലയബിലിറ്റി, സെക്യൂരിറ്റി. ടൈപ്സ് ഓഫ് കണക്ഷൻ വരുന്നത് പോയിന്റ് ടു പോയിന്റ്, മൾട്ടി പോയിന്റ്. ദെൻ ടോപ്പോളജി, നമുക്ക് ബേസിക് ടോപ്പോളജി അറിയണം, കോമ്പിനേഷൻ ടോപ്പോളജീസും അറിഞ്ഞിരിക്കണം. ബസ്, സ്റ്റാർ, റിംഗ്, മെഷ്, അതുപോലെ ഹൈബ്രിഡ്, ട്രീ. ഇനി ഫങ്ഷൻസ് ഓഫ് ISO/IC റെഫറൻസ് മോഡലിൻ്റെ ഫങ്ഷൻസ്, അതിൽ 7 ലെയർ ഉണ്ട്. 7 ലെയറിൻ്റെ റെസ്പോൺസിബിലിറ്റി അറിയണം. അതിൽ ഏതെങ്കിലും തറവായിട്ട് എല്ലാം പഠിക്കാൻ പറ്റാത്തവർ 3 ലെയറുകളുടെ റെസ്പോൺസിബിലിറ്റി എങ്കിലും നല്ല തറവായിട്ട് പഠിച്ചു വയ്ക്കുക. പേര് മാത്രമല്ല, എഴുതാനും കിട്ടണം, ഡീറ്റെയിൽസ് ആയിട്ട് എഴുതാനും കിട്ടണം. ദെൻ TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്, അതിന് ഡയഗ്രം ഉണ്ട്. ആ ഓരോ പ്രോട്ടോകോളിനെയും കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന പ്രോട്ടോകോൾസ്, അതുപോലെ ട്രാൻസ്പോർട്ട് ലെയറിൽ വരുന്ന TCP/UDP പ്രോട്ടോകോൾ, ദെൻ അപ്ലിക്കേഷൻ ലെയർ. 3 ലെയർ ഒരുമിച്ച് ചേർന്നിട്ടാണ് ആ ഡയഗ്രത്തിൽ കാണുക അപ്ലിക്കേഷൻ ലെയറിൽ വരുന്ന പ്രോട്ടോകോൾസ്. ആ ഡയഗ്രം ക്ലിയർ ആയിട്ട് വരയ്ക്കാൻ പഠിക്കുക. അതുപോലെ ഈ 2 കമ്പാരിസൺ, ISO/IC റെഫറൻസ് മോഡൽ, TCP/IP മോഡലിൻ്റെ കമ്പാരിസൺ ഒരു ടേബിളായിട്ട് നോട്ടിൽ തന്നിട്ടുണ്ട്, അതും ക്ലിയർ ആയിട്ട് പഠിക്കുക. ദെൻ മോഡ്യൂൾ 3. മോഡ്യൂൾ 3 വരുന്നത് നെറ്റ്വർക്ക് ലെയറും ട്രാൻസ്പോർട്ട് ലെയറും ആണ്. അപ്പോൾ ഈ 2 ലെയറുകളുടെ സർവീസസും പഠിക്കാം. അതുപോലെ IPv4, IPv6 പറയുന്നുണ്ട്. IPv6 പാക്കറ്റ് ഫോർമാറ്റ് വരയ്ക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും ചോദിക്കാറുണ്ട്. IPv4 32 ആണ് അഡ്രസ് സ്പേസ്, IPv6 128 ആണ് അഡ്രസ് സ്പേസ്. 1 മാർക്കിന് വരാം. ദെൻ റൂട്ടിംഗ് അൽഗോരിതം, 2 തരത്തിലുള്ള റൂട്ടിംഗ് അൽഗോരിതം ഉണ്ട്: ഡിസ്റ്റൻസ് വെക്റ്റർ റൂട്ടിംഗ് അൽഗോരിതം, ദെൻ ലിങ്ക് സ്റ്റേറ്റ് റൂട്ടിംഗ് അൽഗോരിതം. ആ 2ൻ്റെ ടേബിൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ കമ്പാരിസൺ ആയിട്ട് പഠിക്കുക. അപ്പോൾ അതിലേത് ഒരെണ്ണം എടുത്ത് ചോദിച്ചാലും നമുക്ക് എഴുതാനായിട്ട് കിട്ടും. ദെൻ ട്രാൻസ്പോർട്ട് ലെയർ സർവീസസ്. ഇനി അതിൽ വരുന്ന മെയിൻ ഒരു ക്വസ്റ്റ്യൻ വരാം: ട്രാൻസ്പോർട്ട് ലെയർ പ്രോട്ടോകോൾസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ TCP/UDP ഇത് രണ്ടെണ്ണമാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതല്ലാതെ ഈ 2 ടോപ്പിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടും ചോദിക്കാം. TCP ഫീച്ചേഴ്സ് ചോദിക്കാം, UDPയും ചോദിക്കാം. അതുപോലെ ഈ 2ൻ്റെയും കമ്പാരിസണും നീറ്റായിട്ട് പഠിക്കാം. നെക്സ്റ്റ് വരുന്നത് മോഡ്യൂൾ 2. മോഡ്യൂൾ 2 വരുന്ന ടോപ്പിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കറിയാം. അനലോഗ് ആൻഡ് ഡിജിറ്റൽ പറയുന്നുണ്ട്, അതിൻ്റെ കമ്പാരിസൺ നീറ്റായിട്ട് പഠിക്കുക. ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്മിഷൻ ഇമ്പയർമെൻറ്റ്സ് വരുന്നത് അറ്റന്വേഷൻ, ഡിലേ, ഡിസ്റ്റോർഷൻ, നോയ്സ്. അറ്റന്വേഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് എനർജി, ഡിലേ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദ സിഗ്നൽ,